ഹാപ്പി ഓണം ടു ഓൾ. 2026 ഓണം അടിപൊളിയാവട്ടെ. എന്തുതന്നെയായാലും നല്ലൊരു ചിന്ത നമുക്ക് ഈ ഓണക്കാലം വേണം. ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കേട്ടു നോക്കൂ. നമ്മൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ നേടുന്ന ആൾക്കാർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് പഠിക്കാനുണ്ട്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്ത്? നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എത്തിക്സ് എന്നാണ് നമ്മളൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഓഡിറ്റർ അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം പരിശോധിച്ച് അവിടെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് ആ വ്യക്തിക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ പ്രോസസ്സുകളൊക്കെ, അതുപോലെ തന്നെ അക്കൗണ്ടിങ് റിലേറ്റഡ് കാര്യങ്ങളായിക്കോട്ടെ, എന്താണ് ഓഡിറ്റ് ചെയ്യണേ ആ ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സിലൂടെ ഈ ഓഡിറ്റർ മൂവ് ചെയ്ത് പോകുമ്പോൾ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് പ്രോസസ്സുകളിലും അവിടുത്തെ റെക്കോർഡ്സിലൊക്കെ കാണാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അത് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിമിലർലി നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ റോഡിലെ വ്യക്തികളുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യമുണ്ട്. എത്തിക്സ് എന്ന് പറഞ്ഞൊരു സംഗതി തീരെ ഇല്ല. ലെഫ്റ്റേ കൂടെ ഓവർടേക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റേ കൂടെ ഓവർടേക്ക് ചെയ്യുള്ളൂ. റോങ് സൈഡ് കൂടെ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് സൈഡ് കൂടെ പോവുള്ളൂ. റോങ് സൈഡ് വണ്ടി എടുക്കാത്ത ആൾക്കാർ, ലെഫ്റ്റേ കൂടെ ഓവർടേക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ഡാറ്റ വെച്ചല്ല സംസാരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഡാറ്റ എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഡാറ്റ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇപ്പം നമ്മൾ ഏകദേശം കാണുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ 2 വണ്ടികൾ, അതായത് ഒരു 40% ആൾക്കാർ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എസ്പെഷ്യലി ഇഫ് യു സി 2 വീലേഴ്സ്, അവർക്ക് ഒരു ഗ്യാപ്പ് അത് എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, റൈറ്റ് സൈഡ് ആയിക്കോട്ടെ, ലെഫ്റ്റ് സൈഡ് ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, അവർ അതേ കൂടെ കയറി പോകും. ഇനി വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ 4 വീലേഴ്സിലാണ് നമ്മൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് മാൻഡേറ്ററി ആണ്. സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത നമ്മൾ വണ്ടി ഓടിക്കാൻ പാടില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള വണ്ടികളാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ 2 വീലേഴ്സിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഹെൽമെറ്റ് ഇല്ലാതെ അവർ യാത്ര ചെയ്യാൻ പാടില്ല. ഈ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വേറെ ടൈപ്പ് ഓഫ് വണ്ടികളെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ബസ്, ഒരു പ്രൈവറ്റ് ബസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പബ്ലിക് ബസ് ആയിക്കോട്ടെ, ഒരു ഇൻ ദ സെൻസ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, അല്ല ഒരു പ്രൈവറ്റ് ബസ് ആയിക്കോട്ടെ, ബസ്സിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് മാൻഡേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പോൾ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ബസ്സിൽ ഒരു ലിമിറ്റ് ഇല്ല. ആ രീതിയിലാണ്. സീറ്റ് ഇപ്പോൾ 40 ആണെങ്കിൽ 40 പേരല്ല, ചിലപ്പോൾ 100 പേരായിരിക്കാം ബസ്സിൽ പോകുന്നുണ്ടാവുക. സീറ്റ് ബെൽറ്റ് എന്നൊരു സംഗതി ഇല്ല ബസ്സിനകത്ത്. അതുപോലെ തന്നെ ബസ്സിന്റെ സ്പീഡായാലും നോക്കിക്കഴിഞ്ഞാൽ മിക്ക ബസ്സുകളും ഇപ്പോൾ നമ്മളിപ്പോൾ ജെനുവിനായിട്ട് നമ്മുടെ RTO അതോറിറ്റീസ് റോട്ടിലിറങ്ങി പരിശോധിച്ചു കഴിഞ്ഞാൽ മിക്ക ബസ്സുകളിലും ടയേഴ്സ് ഒക്കെ തേഞ്ഞ ടയേഴ്സ് ആയിരിക്കും. വളരെ റെയർ ആയിട്ടാണ് നമുക്ക് ഈ സേഫ് ആയിട്ടുള്ള ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ബസ്സുകൾ നമുക്ക് കിട്ടാം. ഈവൻ വളരെ റാഷ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഡേറ്റ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു 100 അല്ലെ 1000 തന്നെ ഒരു ബസ്സുകാരൻ പ്രശ്നക്കാരൻ ഉണ്ടായാൽ മതി. അയാൾ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ ആ ബസ്സിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, പുറമെയുള്ള ആൾക്കാർക്ക് മാത്രമല്ല, വേറെ പല ആൾക്കാർക്കാണ് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നത്. ഒരു വ്യക്തി മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി മാത്രമല്ല, അതുപോലെ പല വ്യക്തികൾക്ക് അത് ബാധിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിനോട് ആ മരിച്ചുപോയ വ്യക്തിനോട് കണക്റ്റഡ് ആയിട്ടുള്ള അയാളുടെ ഫാമിലി, ചിലപ്പോൾ അയാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ പല ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഇമ്പാക്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ബസ്സിൽ ഒരു 100 പേര്, 40 പേരോ 50 പേരോ ഇരിക്കേണ്ടടുത്ത് ഒരു 100 പേര് സഞ്ചരിക്കേണ്ടെന്ന് വിചാരിച്ചുള്ളൂ. സീറ്റ് ബെൽറ്റ് ഒന്നും കാണില്ല. ഒരു 100-110 സ്പീഡിലൊക്കെ പോയി എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയിലുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ എവിടെ പോയി ഇടിക്കണേ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഈ നമ്മുടെ ഈ കാട്ടിൽ നിന്ന് ഭീകരജീവികളൊക്കെ, അതായത് ആനകളൊക്കെ ഇറങ്ങി വന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി ഓരോന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു അന്തരീക്ഷം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇത് ബസ് പോയി ഇടിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും. ഈ ബസ്സുകാർ ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അവർക്ക് ലെഫ്റ്റ് റൈറ്റ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പല വീഡിയോസ് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്. ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു ആക്ഷൻ ഉണ്ടാവുന്നില്ല. നമുക്ക് ഇതുവരെ ഒരു പോളിസി ആ കാര്യത്തിൽ ഒരു കോമൺ മാൻ അത് കാണാൻ പറ്റിയിട്ടില്ല. എന്തായിരിക്കും പോളിസി? ഈ ട്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് എങ്ങനെയായിരിക്കണം? ഇനി ബസ്സുകാർ പോട്ടെ, ഓട്ടോക്കാരെടുത്ത് നോക്കിക്കോളൂ. ഓട്ടോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള വണ്ടി ആയിരിക്കുമോ?
3 ചക്രമുള്ള വണ്ടിയാണ്. ആ വണ്ടിയൊക്കെ ഒരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ ഒരു 2 പേര് അല്ലെങ്കിൽ ഒരു 3 പേര് 4 പേരൊക്കെ ഓടിക്കുന്ന സ്റ്റൈല് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോ എന്ന് പറയുന്നത് ഓട്ടോ അല്ല, വിമാനമാണെന്ന് തോന്നിപ്പോവും. ഞാൻ വേറെ ആരും കുറ്റം പറയുന്നില്ല. നമ്മളിപ്പോൾ ഞാൻ തന്നെ ബസ്സിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷേ മറ്റുള്ള ആൾക്കാരെ കൊലക്കി കൊടുത്തിട്ട് എത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിന്റെ ഒരു പോളിസി നമുക്ക് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തേ മതിയാവൂ, അത് ഇംപ്ലിമെന്റ് ചെയ്തേ മതിയാവൂ. പോളിസി ഡ്രാഫ്റ്റിംഗ് എന്തുതന്നെയായാലും അത്യാവശ്യമാണ്. ഇപ്പോൾ കാറിനും 2 വീലേഴ്സിനും മാൻഡേറ്ററി ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, അതായത് 2 വീലേഴ്സ് ആണെങ്കിൽ ഹെൽമെറ്റ് വേണമെന്നും കാർ ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് വേണമെന്നും പറയുമ്പോൾ സേഫർ ആയിട്ടുള്ള വണ്ടികളാണ് നമുക്ക് ആവശ്യമെന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ബസ്സുകളെയും ഓട്ടോറിക്ഷാസിനെയൊക്കെ കൺട്രോൾ ചെയ്തേ മതിയാവൂ. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുക, അതുപോലെ തന്നെ സ്പേസ് ഇല്ലാത്തടത്ത് കീ എന്ന് ഹോൺ അടിക്കുക, ഓവർടേക്ക് ചെയ്യുക. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ പരിപാടി. നോർമൽ ഒരു സിനാരിയോയിൽ നമ്മൾ എപ്പോഴാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്? നമുക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വ്യൂ മുന്നിലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള ഒരു വഴിയുണ്ട്. മുന്നിലുള്ള വണ്ടി നമ്മൾക്ക് വഴി ഒരുക്കി തരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ മുന്നിലത്തെ വണ്ടി നമുക്ക് വഴി വിട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കിയിട്ട് വേണം ഓവർടേക്ക് ചെയ്യാൻ. എവിടെയും ഹോൺ അടിച്ചിട്ട് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം ഒരു സിറ്റുവേഷൻ ആണ് സൃഷ്ടിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ 90-97% ആൾക്കാർക്ക് അറിയാം ആക്സിഡന്റിന്റെ സിനാരിയോസ് കൂടുതലാണ്. എന്നാൽ പോലും വി ഡോണ്ട് കെയർ റിയലി. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വി മസ്റ്റ് കെയർ. It is high time that we take care of people, we take care of the way we drive. It's high time that we start thinking about ethical driving. We'll have to figure out ways ഈ എത്തിക്കൽ ഡ്രൈവിങ്ങിനെ നമ്മൾ എങ്ങനെ റിവാർഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ ക്രേസി കൈൻഡ് ഓഫ് ഡ്രൈവിങ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ചെയ്ത്തും അല്ലെങ്കിൽ ഡ്രൈവിങ്ങും ആണെങ്കിൽ അതിനുള്ള പണിഷ്മെന്റുകൾ നമ്മൾ അത് ഈ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണിഷ്മെന്റിലൂടെ അല്ലെങ്കിൽ 1-2 നമ്മൾ റിപ്പീറ്റഡ് പണിഷ്മെന്റ്സിലൂടെ ആ ഡ്രൈവർ കാര്യങ്ങൾ പഠിക്കണം. ആ വ്യക്തിക്ക് അത് പഠിക്കാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, സോഷ്യൽ പ്രോബ്ലം അയാൾ സൃഷ്ടിക്കുന്നത് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, then he or she is not capable of holding a driving license. So I think the authorities must step in. Definitely they must step in, and they must really make sure that things are in place and things are in order. Happy Onam. Take care. Bye bye.